ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ആർട്ട് ഓഫ് സ്കോളർ കേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് മുന്നേ ആയിട്ടുള്ള നമ്മളൊരു മാരത്തോൺ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ 2 സെഷനായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. മോർണിംഗ് ഒരു സെഷനും ആഫ്റ്റർനൂൺ ഒരു സെഷനും, അങ്ങനെയാണ് മാരത്തോൺ ആവുന്നത്. അതല്ലാതെ ഒറ്റയ്ക്ക് അത് നീണ്ടു പോവുകയല്ല. മോർണിംഗ് 10:30 സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ വരെ നിൽക്കുന്ന സെഷനായിരിക്കും. അതിനുശേഷം ആഫ്റ്റർനൂൺ 3 PM ആയിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങളും കറണ്ട് ഫാക്ട്സും ഏതൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസിന്റെ പ്രശ്നമുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ വോയിസിന്റെ ഇഷ്യൂ. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വോയിസ് ഓക്കെ ആണോ നോക്കിയിട്ട് പറയോ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് പറയാം. എല്ലാവരും ഒന്ന് പറയണേ, വോയിസ് ഓക്കെ ആണോ? ഓക്കെ, വോയിസ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യ ചോദ്യം, രക്തഹരിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമൻ, ഹെൻറി, ചാൾസ്, വില്യം ഒന്നാമൻ. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ആരാണ് രക്തഹരിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ്? ആരാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ്? ആരാ? നിങ്ങൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ്. പെട്ടെന്ന് പറഞ്ഞോളൂ, ആരാണത്? യെസ്, ജെയിംസ് രണ്ടാമനാണ്. ഓക്കെ, ആരാണ്? ജെയിംസ് രണ്ടാമനാണ് കേട്ടോ. രക്തരഹിത വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ഇംഗ്ലണ്ടിലെ രാജാവാണ് ആരാണ്? ജെയിംസ് രണ്ടാമനാണ് കേട്ടോ. ജെയിംസ് രണ്ടാമൻ. അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ടില് നീണ്ട പാർലമെന്റ് നിയമം പാസാക്കിയ രാജാവ് ആരാണ്? ഇംഗ്ലണ്ടില് നീണ്ട പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്ന ഭരണാധികാരിയാണ് ചാൾസ് ഒന്നാമനാണ്. ഓക്കെ, ഇംഗ്ലണ്ടില് നീണ്ട പാർലമെന്റ് നിയമം, ലോങ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ അത് എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? ഇംഗ്ലണ്ടിലെ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് ഏതിനെയാണ്? ഇംഗ്ലണ്ടിലെ ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇംഗ്ലണ്ടിലെ ലോങ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? 1640 മുതൽ 1660 വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, 1640 മുതൽ 1660 വരെയുള്ള കാലഘട്ടമാണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. ഈ ഇംഗ്ലണ്ടിലെ ഈ ലോങ് പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നത് ആരാണ്? ഇത് പാസാക്കിയിട്ടുണ്ടായിരുന്നത് ചാൾസ് ഒന്നാമനാണ് ഇത് പാസാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം രക്തരഹിത വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട രാജാവ് ഇതാണ് ജെയിംസ് രണ്ടാമനെ പറയുന്നത്. ഏത് വർഷമാണ് ഇംഗ്ലണ്ടില് രക്തരഹിത വിപ്ലവം അഥവാ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്?
ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം അരങ്ങേറിയിട്ടുണ്ടായിരുന്ന ഏത് വർഷമാണ്? 1688-ലാണ്. ഇനിയിപ്പോ ഇങ്ങനെയും ചോദിക്കേട്ടോ, 1688 മഹത്തായ വിപ്ലവം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആര്? അങ്ങനെയും ചോദിക്കാം. അപ്പോഴും ഉത്തരം ആര് തന്നെയാണ്? ജെയിംസ് രണ്ടാമൻ തന്നെയാണ്. ഓക്കെ, 1688 മഹത്തായ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരാണ്? ആ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ജെയിംസ് രണ്ടാമനാണ്. ആ സമയത്തെ ഇംഗ്ലണ്ടിലെ രാജാവാണ് ജെയിംസ് രണ്ടാമൻ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം, പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ, എവിടെയാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണ്? എവിടെയാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം വന്നിരിക്കുന്നത് സൂററ്റ് ആണ്. സൂററ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ്? സൂററ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലാണ് അല്ലെ? സൂററ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണെന്നറിയോ? ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അദ്ദേഹത്തെ നമ്മൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ? എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഈ മാസ്റ്റർ റാൽഫ് ഫിച്ച് അറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിൽ ഇവർ ആരംഭിച്ച ആദ്യ വ്യാപാര കേന്ദ്രം, ഇംഗ്ലീഷുകാർ ആദ്യ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാന്ന് പറഞ്ഞു. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഇവർ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? ദക്ഷിണേന്ത്യയിൽ ആദ്യ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? മസൂലിപട്ടണത്താണ്. ഓക്കെ, മസൂലിപട്ടണത്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എവിടെയാണ്? മസൂലിപട്ടണത്താണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിലോ, കേരളത്തില് ഇവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം വിഴിഞ്ഞമായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു? വിഴിഞ്ഞത്തായിരുന്നു. ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു? വിഴിഞ്ഞത്തായിരുന്നു ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇവർക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ഏത് സമയത്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? 1600 ഡിസംബർ 31 അല്ലെ? 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടപ്പോൾ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം ചെയ്യുവാൻ അനുമതി നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായപ്പോൾ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറാണ്. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം ചെയ്യുവാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ആര്? ജഹാംഗീർ ആണ് കേട്ടോ. കച്ചവടം ചെയ്യുവാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത് ആരാണ്? ജഹാംഗീർ കച്ചവടം ചെയ്യുവാൻ അനുമതി നൽകി. എന്നാൽ ഇത് രൂപീകൃതമാവുന്ന സമയത്ത് ആരായിരുന്നു? അക്ബർ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ. ഏതാണ്? ഇന്തോനേഷ്യയാണ് ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യമായിട്ട് പറയുന്നത്. ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യം വന്നിട്ടുള്ള വൈദേശികർ ആരാണ്? ഇന്ത്യയിൽ ആദ്യം വന്നിട്ടുള്ള വൈദേശികർ ഇന്ത്യയിൽ ആദ്യം വന്നിട്ടുള്ള വൈദേശികർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കഴിഞ്ഞിട്ട് പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള അതായത്
ആദ്യം വന്ന അറബുകളാണ്, സോറി, യൂറോപ്യൻ എന്ന് പറയുമ്പോഴാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, ആദ്യം വന്ന വൈദേശികർ അറബുകൾ തന്നെയാണ് കേട്ടോ. അതിനുശേഷം യൂറോപ്യന്മാരിൽ പോർച്ചുഗീസുകാരാണ് ആദ്യം. ദെൻ പോർച്ചുഗീസുകാർ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ വന്ന രണ്ടാമത്തെ വിദേശ ശക്തികളാണ് ഡച്ചുകാർ. ഓക്കെ, ഡച്ചുകാർ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യം എത്തിയെന്നറിയോ? ഡച്ചുകാർ ഇന്ത്യയിൽ എവിടെയാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യം എത്തിയത്? ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യം എത്തിയത് എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് ഡച്ചുകാർ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഡച്ചുകാരെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമായതെന്നറിയോ? ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെയാണ്? ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം മസൂലിപ്പട്ടണത്തായിരുന്നു. മസൂലിപ്പട്ടണത്തായിരുന്നു കേട്ടോ. 1605 മസൂലിപ്പട്ടണത്താണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിതമായത്. മസൂലിപ്പട്ടണത്താണ് സ്ഥാപിതമായത് 1605. ഓക്കെ, ദെൻ ഡച്ചുകാര് നമ്മുടെ കേരളത്തിന് നൽകിയ അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് എന്തിനെയാണ്? ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഓക്കെ, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കണക്കാക്കുന്നത് എന്തിനെയാണ്? ഹോർത്തൂസ് മലബാറിക്കസിനെയാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ സസ്യങ്ങളുടെ എന്താണ്, ഔഷധ സസ്യങ്ങളുടെ വിവരണമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിലുള്ളത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം കൂടെയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ്. ദെൻ ഡച്ചുകാര് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകാൻ കാരണമായ യുദ്ധം ഏതാണ്? ഡച്ചുകാർക്ക് കേരളത്തിൽ സ്വാധീനം നഷ്ടപ്പെടുവാൻ കാരണമായിട്ടുണ്ടായിരുന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിലൂടെയാണ് അവർ ആകെ അടിപതറി പോകുന്നത് അല്ലെ. അപ്പൊ ഈ കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്ന ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്? ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ. ഓക്കെ, ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തില് ഡച്ചുകാര് ഒരു ഭാഗത്ത്, മറ്റേ സൈഡിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്ന വേറൊരു വിദേശ ശക്തികൾ ഉണ്ടായിരുന്നു. ഡച്ചുകാരെ നേരിടാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു വിദേശ ശക്തികൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. എന്നായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്? എന്നായിരുന്നു? യെസ്, 1741 ഓഗസ്റ്റ് 10-ാം തീയതിയായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത് മഹൽ, റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ്, താന്തിയ തോപ്പി? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ആരാണ് നയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെ? ബീഗം ഹസ്രത് മഹലാണ് കേട്ടോ. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചിട്ടുണ്ടായിരുന്ന ബീഗം ഹസ്രത് മഹലാണ്. ഓക്കെ, അപ്പോ ഒരുപാട് നേതാക്കളുണ്ട്. അവരെ പേരൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, അവര് ഏത് ഭാഗത്താണ് കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ക്വിക്കായിട്ട് പറയാം ആരൊക്കെയാണ് എന്നുള്ളത്. അവർ ഏതെല്ലാം ഭാഗത്താണ് കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെ. ഓക്കെ, ഝാൻസി റാണി കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എവിടെയെല്ലാമാണ് ഝാൻസി റാണി കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്? ഝാൻസി റാണി ഝാൻസിയിലും ഗോളിയോറിലുമാണ്. ഓക്കെ,
ഝാൻസി റാണി ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഝാൻസി റാണിയാണ്. ദെൻ നാനാ സാഹിബ് കാൺപൂരിലാണ്. അതുപോലെ തന്നെ താന്തിയ തോപ്പിയും കാൺപൂരിൽ തന്നെയാണ്. അപ്പം നാനാ സാഹിബും താന്തിയ തോപ്പിയും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന കാൺപൂരിലാണ് കേട്ടോ. നാനാ സാഹിബും താന്തിയ തോപ്പിയും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന കാൺപൂരിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമന്റെ കൂടെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു, ജനറൽ ബക്ത് ഖാൻ. ഓക്കെ, അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനും കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലാണ്. ഇവർ രണ്ടുപേരും കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലാണ്. ഓക്കെ, ദെൻ മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ഫൈസാബാദിലാണ്. മൗലവി അഹമ്മദുള്ള നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ഫൈസാബാദിലാണ്. ദെൻ കൻവർ സിംഗ് എവിടെയാണ്? കൻവർ സിംഗ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് കൻവർ സിംഗ് ബീഹാറിലാണ്. ബീഹാർ ജഗദീഷ്പൂരിലൊക്കെയാണ് ആര്? കൻവർ സിംഗ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഷാമാൽ നേതൃത്വം നൽകിയത് ബറൌട്ട് പർഗാനയിലാണ് കേട്ടോ. ഷാമാൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ബറൌട്ട് പർഗാനയിലാണ് ഷാമാൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ദെൻ ദേവി സിംഗ് നേതൃത്വം നൽകിയത് മഥുരയിലാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, ഝാൻസി റാണി ഝാൻസിയിലും ഗോളിയോറിലും ഉണ്ട്, നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂരില്, ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത് ഖാനും ഡൽഹിയില്, മൗലവി അഹമ്മദുള്ള ഫൈസാബാദില്, കൻവീർ സിംഗ് ബീഹാർ ജഗദീഷ്പൂർ, ഷാമാൽ ബറൌട്ട് പർഗാന, ദേവി സിംഗ് മഥുര. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി ഏതാണ്? ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി എവിടെയാണ്? വേദി ദുബായ് ആണ് കേട്ടോ. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി ഏതാണ്? ദുബായ് ആണ്. ഇതുപോലെ പ്രധാന സ്പോർട്സിന്റെ ഒക്കെ വേദികൾ പഠിച്ചു വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ഉദാഹരണത്തിന് 2022 ലോകകപ്പിന്റെ വേദി ചോദിച്ച, ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായിരുന്നത് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയില്ലേ? എവിടെയാണ് 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായിട്ടുണ്ടായിരുന്നത്? 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഖത്തർ. ഓക്കെ, എല്ലാവർക്കും അറിയാം, ഖത്തറാണ് 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദിയായിട്ട് പറയുന്നത് ഖത്തറാണ്. ഇനി 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് പാരീസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണ് 2024 സമ്മർ ഒളിമ്പിക്സ്. ഓക്കെ, 2024 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് എവിടെയാണ്? പാരീസ് ആണ് ഇതിന് വേദിയാകാൻ പോകുന്നത്. അത് കഴിഞ്ഞ പിന്നെ 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുക. 2024 പാരീസ് ആണ് വേദിയാകുന്നത് എന്ന് പറഞ്ഞു. ഇനി 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് എവിടെയാണ്? 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ്. ഈ ലോസ് ഏഞ്ചൽസ് ഏത് രാജ്യത്താണ്? 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ് ഏത് രാജ്യത്താണ്? സമ്മർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്ന ലോസ് ഏഞ്ചൽസ് ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. ലോസ് ഏഞ്ചൽസ് എവിടെയാണ്? അമേരിക്കയിലാണ്. ദെൻ അത് കഴിഞ്ഞ് 2032 വിന്റർ ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് ബ്രിസ്ബേൺ ആണ്. ഈ ബ്രിസ്ബേൺ ഏത് രാജ്യത്താണ്? ബ്രിസ്ബേൺ ഓസ്ട്രേലിയയിലാണ്. ഓക്കെ, അപ്പൊ 2020 നമുക്കറിയാം ടോക്കിയോ ആണ്. 2021 നടന്നു. 2020
ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ്? ടോക്കിയോ ആണ്. ദെൻ 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബേൺ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അതിനു മുന്നേ ലോകകപ്പിൻ്റെ കൂടെ ഒന്ന് പറയാം അല്ലെ. 2022 ലോകകപ്പിന് വേദിയായത് ഖത്തറാണ്. ഇപ്പൊ 2022 കഴിഞ്ഞിട്ട് ഇപ്പൊ 2026 വേൾഡ് കപ്പിന് വേദിയാകാൻ പോകുന്നത്. 2026 വേൾഡ് കപ്പിന്റെ വേദി എവിടെയാ? 2022 വേൾഡ് കപ്പിന്റെ വേദി, സോറി 2026 വേൾഡ് കപ്പിന്റെ വേദി 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 വേൾഡ് കപ്പ്. കാനഡ, USA, മെക്സിക്കോ. ഓക്കെ, കാനഡ, USA, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 വേൾഡ് കപ്പിന് വേദിയാകാൻ പോകുന്നത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ പറയുന്ന പേരെന്താണ്? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ക്ലാസ് ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അപ്പൊ ഏതാണ്? കോണ്ടൂർ ആണ് കേട്ടോ. കോണ്ടൂർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് എന്ത് പറയുന്നത്? കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോം ലൈൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഫോം ലൈൻ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നതാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫോം ലൈൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ച ഇല്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നു. ഇതാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പോട്ട് ഹൈറ്റ്? എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്? എന്തിനെയാണ്? ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്? എന്തിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ബെഞ്ച് മാർക്ക്? ഓക്കെ, എന്താണ് ബെഞ്ച് മാർക്ക്? ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ്? ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്തിലാണ് ലോക്തക് തടാകം ഉള്ളത്? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ലോക്തക് തടാകം ലോക്തക് തടാകം എവിടെയാണ്? ലോക്തക് തടാകം ഉള്ളത് മണിപ്പൂരിലാണ് കേട്ടോ. എവിടെയാണ്? മണിപ്പൂർ സംസ്ഥാനത്തിലാണ് ലോക്തക് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂരിലാണ്. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം ഈ ലോക്തക് തടാകത്തിലാണുള്ളത്. ഏതാണ് ആ ഒഴുകുന്ന ദേശീയോദ്യാനം? ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം മണിപ്പൂരിലുള്ള ഈ ലോക്തക് തടാകത്തിലാണ്. ആ ദേശീയോദ്യാനത്തിന്റെ പേരാണ് കീബുൾ ലംചാവോ എന്നാണ് ആ ദേശീയോദ്യാനത്തിന്റെ പേര്. അപ്പൊ ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ കീബുൾ ലംചാവോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ലോക്തക് തടാകത്തിലാണ് ഈ കീബുൾ ലംചാവോ സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും
ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ സ്പെസിഫിക്കേഷൻ ഒന്നും പറഞ്ഞില്ല, ശുദ്ധജല തടാകമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്തിലാണ്. ഈ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷ സംസ്ഥാനത്തിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം അതൊരു ശുദ്ധജല തടാകമല്ല അല്ലെ, അത് സാൾട്ട് വാട്ടർ കണ്ടന്റുള്ള ഒരു തടാകമാണ്. ഏത്? ഈ ചിൽക്ക തടാകം എന്ന് പറയുന്നത് സാൾട്ട് വാട്ടർ കണ്ടന്റുള്ള ഒരു തടാകമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഉത്തരം ഏതായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ച ചിൽക്ക തടാകം പറയാം, അത് ഒഡീഷയിലാണ്. പക്ഷെ അതൊരു ശുദ്ധജല തടാകമല്ലല്ലോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അത് വൂളാറാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അപ്പോൾ ഉത്തരം വരിക വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഏതാണ്? വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ട് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാലോ? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലേരുവാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലേരുവാണ്. കൊല്ലേരു തടാകം ഏത് സംസ്ഥാനത്തിലാണ് കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിലാണ്. ഇനി ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട തടാകങ്ങൾ ഞാൻ പറയാം. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോ നാഗിൻ തടാകം, പെട്ടെന്ന് വായിക്കാം, പുതിയ പേരുകളൊക്കെ ഞാൻ വേണമെങ്കിൽ ബോർഡിലൂടെ എഴുതി വെക്കാം. നാഗിൻ തടാകം എവിടെയാണ്? നാഗിൻ തടാകം സ്ഥിതി ചെയ്യുന്നത്? നാഗിൻ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, നാഗിൻ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് നാഗിൻ തടാകം. പിന്നെ ദാൽ തടാകം, വൂളാറും ദാലും നാഗിനും. ഓക്കെ, വൂളാറ്, നാഗിൻ, ദാൽ, ഇത് മൂന്നും എവിടെയാണ്? ജമ്മു കാശ്മീരിലാണുള്ളത്. ദെൻ പുലിക്കെട്ട് തടാകം എവിടെയാണ്? പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്? പുലിക്കെട്ട് തടാകം ആക്ച്വലി 2 സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ 2 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഏത്? പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളിലായിട്ട്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളിലായിട്ട് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന തടാകമാണ്. ഏതാണ്? പുലിക്കെട്ട് തടാകമാണ്. ദെൻ കൊല്ലേരു തടാകം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞു. ദെൻ ഉമിയാം തടാകം എവിടെയാണ്? ഉമിയാം തടാകം എവിടെയാണ്? ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത്? ഉമിയാം തടാകം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്തിലാണ്. ഓക്കെ, എവിടെയാണ്? മേഘാലയ സംസ്ഥാനത്തിലാണ് ഏതുള്ളത്? ഉമിയാം തടാകം ഉള്ളത്. എവിടെയാണ്? മേഘാലയയിലാണ്. ദെൻ ഡുംബൂർ തടാകം, എവിടെയാണ്? ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ് കേട്ടോ. ഡുംബൂർ ത്രിപുരയിലാണ് കേട്ടോ ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ത്രിപുരയിലാണ് ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ത്രിപുരയിലാണ് ഡുംബൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ദെൻ സാമ്പാർ തടാകം എല്ലാവർക്കും അറിയാം. എന്താണ് സാമ്പാർ തടാകത്തിന്റെ പ്രത്യേകത? എന്താണ്? ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ്. ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ചിൽക്ക. ഓക്കെ, ഏറ്റവും വലിയ ലവണ തടാകം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ഒഡീഷയിലെ ചിൽക്കയാണ്. ഓക്കെ, ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ഒഡീഷയിലെ ചിൽക്കയാണ്. ഏതാണ്? ഏറ്റവും വലിയ ലവണ തടാകമായിട്ട് പറയുന്നത് ഏതാണ്? ചിൽക്കയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമായിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ ലവണത്വം ഏറ്റവും കൂടുതലുള്ള തടാകമായിട്ട് പറയുന്നത് അത് ഏതാണ്? അത് സാമ്പാർ തടാകമാണ്. ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമായിട്ട് പറയുന്നത് ഏതിനെയാണ്? സാമ്പാറാണ് ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമായിട്ട് പറയുന്നത്. ദെൻ പുഷ്കർ തടാകം എവിടെയാണ്? പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത്?
അതും രാജസ്ഥാൻ. അപ്പൊ സാമ്പാർ തടാകവും പുഷ്കർ തടാകവും, ഓക്കെ, സാമ്പാർ തടാകവും പുഷ്കർ തടാകവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. സാമ്പാർ തടാകമായാലും പുഷ്കർ തടാകമായാലും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ദെൻ ചൊലാമു എവിടെയാണ് ചൊലാമു ഉള്ളത്? ചൊലാമു തടാകം, ചൊലാമു തടാകം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ഈ ചൊലാമു തടാകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എനിവേ ചൊലാമു തടാകം എവിടെയാണ്? സിക്കിമിലാണ് ചൊലാമു തടാകം. ഓക്കെ, ചൊലാമു തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിം സംസ്ഥാനത്തിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ചൊലാമു തടാകം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സിക്കിമിലാണ് ഏത്? ചൊലാമു. ഓക്കെ, ചൊലാമു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ് ചൊലാമു ഉള്ളത്. ദെൻ അതുപോലെ തന്നെ ചൊലാമുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഈ ചൊലാമു തടാകം. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഈ ചൊലാമു തടാകം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു തടാകമുണ്ടല്ലോ. ഏതാണ് ഇന്ത്യയിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ആ തടാകം? ഏതാണ്? ഇന്ത്യയിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള തടാകം ഏതാണ്? അതാണ് ലോണാർ തടാകമാണ്. ഓക്കെ, ലോണാറാണ് ഇന്ത്യയിൽ ഉൽക്കാപതനത്തിന്റെ, ഓക്കെ, ഇന്ത്യയിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ള തടാകമാണ് ഏത്? ലോണാർ തടാകമാണ്. ഇന്ത്യയിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ടാണ് ഈ ലോണാർ തടാകം നിലവിൽ വന്നിട്ടുള്ളത്. ഇത് ഏത് സംസ്ഥാനത്തിലാണ് ഈ ലോണാർ തടാകം ഉള്ളത്? ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഈ തടാകമുള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഈ തടാകമുള്ളത്. ദെൻ ഹുസൈൻ സാഗർ തടാകം എവിടെയാണ്? ഹുസൈൻ സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ഹുസൈൻ സാഗർ തെലങ്കാനയിലാണ് കേട്ടോ. ഹുസൈൻ സാഗർ എവിടെയാണ്? തെലങ്കാനയിലാണ് ഹുസൈൻ സാഗർ തടാകമുള്ളത്. എവിടെയാണ്? തെലങ്കാനയിലാണ് ഹുസൈൻ സാഗർ തടാകമുള്ളത്. ദെൻ അതുപോലെ തന്നെ നൈനിറ്റാൾ, നൈനിറ്റാൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. നൈനിറ്റാൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ദെൻ രേണുക, രേണുക തടാകം ഹിമാചൽ പ്രദേശിലാണ്. രേണുക തടാകമുള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ദെൻ കൻവർ തടാകം. കൻവർ തടാകത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കേട്ടോ. കൻവർ തടാകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. ഇത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമായ കൻവർ തടാകം എവിടെയാണ്? ബീഹാറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബീഹാറിലാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ഏതാണ്? ഏതാണെന്ന്? ലൂ ആണ്. ഓക്കെ, ലൂ ആണ് ചൂടുകാറ്റ് കേട്ടോ. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂടുകാറ്റാണ് ഏതാണ്? ലൂ. ഓക്കെ, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന മാമ്പഴങ്ങൾ പൊഴിയുന്നതിന് കാരണമായ കാറ്റ് ഏതാണ്? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഇടയ്ക്ക് ഇപ്പോൾ മഴയൊക്കെ കിട്ടുന്നില്ലേ, അത് ഏതിന്റെ ഭാഗമാണ്? അതാണ് മാംഗോ ഷവർ. ഓക്കെ, ഏതാണ്? മാംഗോ ഷവർ ആണ് കേട്ടോ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന മാമ്പഴങ്ങൾ പൊഴിയുന്നതിന് കാരണമായ കാറ്റുകളാണ് ഏതാണ്? മാംഗോ ഷവർ ആണ്. ദെൻ ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ പേമാരിക്ക് എന്താ പറയുന്നത്? ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ പേമാരിയാണ് കാൽ ബൈശാഖി അഥവാ നോർവെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതിനെയാണ്. ഓക്കെ, കാൽ ബൈശാഖി ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ, ഓക്കെ, ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ പേമാരിയാണ് കാൽ ബൈശാഖിയാണ്.
ദെൻ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മലബാർ തീരത്ത് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മലബാർ തീരത്ത് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മലബാർ തീരത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ഏതാണ്? എലിഫന്റ. ഓക്കെ, ഏതാണ്? എലിഫന്റയാണ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. ഓക്കെ, ഏതാണ്? ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ധന ധാതുവാണ് ഈ കൽക്കരി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണെന്നറിയോ? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്? ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ഇപ്പൊ കൽക്കരിയിൽ തന്നെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട് കൽക്കരിയിൽ. ദെൻ കൽക്കരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിൻ. ഏതാണ്? ബിറ്റുമിൻ ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനമായിട്ട് പറയുന്നത്. ഏതാണ്? ബിറ്റുമിൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ഇനമാണ്. ഏതാണ്? ബിറ്റുമിൻ ആണ് കേട്ടോ. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച് ആണ്. ഏറ്റവും വലുത് ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ജാറിയ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ്? റാണിഗഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനിയായിട്ട് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശം ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? ഏതാണ്? ഇൻസ്പിരേഷൻ 4 ആണ് കേട്ടോ. ഏതാണ്? ഇൻസ്പിരേഷൻ 4. ഓക്കെ, ഇൻസ്പിരേഷൻ 4 ആണ് സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്താണ്? ഇൻസ്പിരേഷൻ 4. ഈ സ്പേസ് എക്സ് കമ്പനിയുടെ സ്ഥാപകൻ ആരാ? സ്പേസ് എക്സ് കമ്പനിയുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ആണ്. ഓക്കെ, ആരാണ് ഇതിന്റെ സ്ഥാപകൻ? ആരാണ്? ഇലോൺ മസ്ക് ആണ് ഇതിന്റെ സ്ഥാപകനായിട്ട് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? താഴെ പറയുന്നതിൽ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ആശ്രയിക്കണം. സുസ്ഥിര വികസന താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ തെറ്റായിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ, ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള പര്യാപ്തതയ്ക്ക് വിട്ടുവീഴ്ചയില്ലാതെ ഈ തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഉതകും വിധമുള്ള വികസനത്തെയാണ് ഏത് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയാവുന്നത് പാരമ്പര്യേതര ഊർജ്ജങ്ങളുടെ ഉപയോഗം, അതായത് കാറ്റ്, സൗരോർജ്ജം, ജലവൈദ്യുതി എന്നിവ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ റീസൈക്ലിങ്ങുകളൊക്കെ നടത്തുക, വനനശീകരണം കുറയ്ക്കുക. ഇതൊക്കെയാണ് സുസ്ഥിര വികസനത്തിനുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ തലമുറയ്ക്കുള്ള ആവശ്യങ്ങൾ നടക്കുകയും വേണം, വരും തലമുറയ്ക്ക് എടുത്തു വെക്കുകയും വേണം. അതാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കാറ്റ്, സൗരോർജ്ജം, ജലവൈദ്യുതി പോലെയുള്ള പാരമ്പര്യേതര ഊർജ്ജങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക, ഈ ഫോസിൽ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക, റീസൈക്ലിങ്ങുകളൊക്കെ സാധ്യമാക്കുക, വനനശീകരണം കുറയ്ക്കുക എന്നതൊക്കെയാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ്
അഥവാ പുറംഭാഗൽ അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു, തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ എന്താണ്? 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഇത് ഞാൻ വേണമെങ്കിൽ അടുത്ത് പറ്റി ചെറുതായി പോയല്ലേ. ആ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത എക്സാമിലേക്ക് ഇട്ടേച്ചേക്കാം കേട്ടോ. ഓക്കെ, ചോദ്യം നോക്കൂ. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണം, ഹരിത വിപ്ലവം പഴം പച്ചക്കറി കൃഷി, ബ്രെഡ് ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം, സുവർണ വിപ്ലവം വിപണനം മെച്ചം. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് 1, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലെ. 1, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയപരിഷ്കരണമാണ്. പിന്നെ 3 ബ്രെഡ് ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനമാണ്. ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് പഴം പച്ചക്കറി കൃഷി ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണോ? അങ്ങനെയാണോ പറയാം? ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മുന്നേറ്റമാണ്. നമ്മൾ ഇങ്ങനെയല്ല പഴം പച്ചക്കറി കൃഷി എന്നല്ല, പഴം പച്ചക്കറി ഉൽപാദനം സുവർണ വിപ്ലവമാണ്. പഴം പച്ചക്കറിയുടെ ഉൽപാദനം വരുന്നത് ഏതാണ്? സുവർണ വിപ്ലവത്തിലാണ് പഴം പച്ചക്കറി വരുന്നത്. ഹരിത വിപ്ലവം പറയുന്നത് ഭക്ഷ്യോൽപാദനത്തിന്റെ വിപ്ലവമാണ്. ഭക്ഷ്യോൽപാദനത്തിന്റെ വിപ്ലവമാണ് ഏത് പറയുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മഴവിൽ വിപ്ലവം എന്താണ്? മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലുള്ള മൊത്ത ഉൽപാദനത്തെയാണ് എന്ന് പറയുന്നത് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. കാർഷിക മേഖലയിലുള്ള മൊത്തത്തിലുള്ള ഉൽപാദനത്തെയാണ് എന്ന് പറയുന്നത് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് ധവള വിപ്ലവം? അപ്പോ എന്താണ് ധവള വിപ്ലവം? എന്താണ് ധവള വിപ്ലവം? പാൽ ഉൽപാദനമാണ്. ഓക്കെ, ഏതാണ്? പാൽ ഉൽപാദനം. പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളെയാണ് എന്ത് പറയുന്നത്? ധവള വിപ്ലവം എന്ന് പറയുന്നത് പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളെയാണ്. മഞ്ഞ വിപ്ലവം എന്തിനെയാണ്? മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എന്തിനെയാണ്? എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ് കേട്ടോ മഞ്ഞ വിപ്ലവം. മഞ്ഞ വിപ്ലവം ഏതാണ്? എണ്ണക്കുരുക്കളുടെ ഉൽപാദനത്തിൽ ഉണ്ടായ നേട്ടമാണ് മഞ്ഞ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ദെൻ എന്താണ് നീല വിപ്ലവം? നീല വിപ്ലവം മത്സ്യ ഉൽപാദന രംഗത്തുണ്ടായ നേട്ടത്തെയാണ് നീല വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? മത്സ്യ ഉൽപാദന രംഗത്ത്. ഓക്കെ, മത്സ്യ ഉൽപാദന രംഗത്ത് കൈവരിച്ച നേട്ടമാണ് ഏതാണ്? നീല വിപ്ലവം എന്നറിയപ്പെടുന്നത്. മത്സ്യ ഉൽപാദന രംഗത്ത് കൈവരിച്ച നേട്ടമാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. ദെൻ രജത വിപ്ലവം. രജത വിപ്ലവം മുട്ട ഉൽപാദന രംഗത്ത്. ഓക്കെ, മുട്ട ഉൽപാദന രംഗത്ത് ഉണ്ടായ നേട്ടത്തെയാണ് ഏതാണ്? രജത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, രജത വിപ്ലവം എന്താണ്? മുട്ട ഉൽപാദന രംഗത്തുണ്ടായ വിപ്ലവമാണ് അല്ലെങ്കിൽ മുന്നേറ്റമാണ്. ദെൻ പിങ്ക് വിപ്ലവം ഏതാണ്? പിങ്ക് വിപ്ലവം മരുന്ന് ഉൽപാദന രംഗത്തുണ്ടായ മരുന്ന് ഉൽപാദന രംഗത്തുണ്ടായ മുന്നേറ്റത്തെയാണ് ഏത്? പിങ്ക് വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹരിത വിപ്ലവം ഏതാണ്? ഭക്ഷ്യോൽപാദനമാണ്. സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. മഴവിൽ കാർഷിക മേഖലയിലെ മൊത്ത ഉൽപാദനം. ധവള വിപ്ലവം പാൽ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. നീല വിപ്ലവം മത്സ്യ ഉൽപാദന രംഗത്താണ്. രജത വിപ്ലവം മുട്ട ഉൽപാദനം. പിങ്ക് വിപ്ലവം മരുന്ന് ഉൽപാദനമാണ്.
ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്തായിരിക്കും? ഏതായിരിക്കും? ഇന്ത്യയുടെ 11% കേട്ടോ. ഏതാണ്? അപ്പൊ ഈ GDP യും GNP ഒക്കെ എന്താണെന്ന് നോക്കി വെച്ചിട്ടില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം എന്താണ് GDP, എന്താ GNP എന്ന് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. GDP എന്താ, GNP എന്താണ്? GDP എന്ന് പറയുന്നത് അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത്. ഇനിയിപ്പോ GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ദെൻ അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് NA പൽക്കിവാല വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? എന്തിനെയാണ് NA പൽക്കിവാല ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ആമുഖത്തെയാണ്. ആമുഖത്തെ ഓരോരുത്തർ വന്നാണ്ട് ഓരോരോ വിശേഷണങ്ങൾ കൊടുത്തു പോയിട്ടുണ്ട് അല്ലെ. NA പൽക്കിവാല വന്നിട്ട് പറഞ്ഞു എന്താണ്? ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് NA പൽക്കിവാലയാണ്. അതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? നമ്മുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഓക്കെ, രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന KM മുൻഷിയാണ്. ദെൻ ഭരണഘടനയുടെ താക്കോൽ ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏണസ്റ്റ് ബാർക്കർ ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? അത് താക്കൂർദാസ് ഭാർഗവ്. ഓക്കെ, താക്കൂർദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നതോ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ആരാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് അഥവാ തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല, രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ, ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്, ദെൻ ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ അടുത്ത ചോദ്യം. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആരാണ്? സർക്കാരിയ കമ്മീഷൻ ഉണ്ട്, മണ്ഡൽ കമ്മീഷൻ ഉണ്ട്, ബൽവന്ത് റായ് മെഹ്ത കമ്മീഷൻ ഉണ്ട്, PK തുങ്കൻ കമ്മിറ്റി ഉണ്ട്. അതിൽ ആരാണ് ഇത് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ.
PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. ആരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. പഞ്ചായത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് ഡോക്ടർ PK തുങ്കൻ കമ്മിറ്റി. മറക്കേണ്ട കേട്ടോ. പഞ്ചായത്തിന്റെ ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി സബ് കമ്മിറ്റിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എന്താണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. ഓക്കെ, ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ഏതാണ്? ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഏതാണ്? നമ്മുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി കേട്ടോ. അപ്പൊ പിന്നെ അശോക് മെഹ്ത്ത കമ്മിറ്റി എന്താണെന്നറിയോ? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഈ അശോക് മെഹ്ത്ത കമ്മിറ്റി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദ്വിതല പഞ്ചായത്ത് സംവിധാനം, പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് പഞ്ചായത്ത് അധികാര സ്ഥാനങ്ങളിൽ സംവരണം തുടങ്ങിയവ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി കേട്ടോ. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെട്ട കമ്മിറ്റിയാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് സംവിധാനം, പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങൾക്ക് പഞ്ചായത്ത് അധികാര സ്ഥാനങ്ങളിൽ സംവരണം തുടങ്ങിയവ ശുപാർശ ചെയ്തത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. പിന്നെ വരുന്നതാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്തി രാജ് പ്രവർത്തനം നവീകരിക്കാൻ ആസൂത്രണ കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി കേട്ടോ. അപ്പൊ GVK റാവു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചായത്ത് രാജ് പ്രവർത്തനം നവീകരിക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു പഞ്ചായത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഡോക്ടർ PK തുങ്കൻ കമ്മിറ്റി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പഞ്ചായത്തിന് ഭരണഘടനാ സാധുത നൽകണം. ഓക്കെ, പഞ്ചായത്തിന് ഭരണഘടനാ സാധുത നൽകണം എന്ന് ശുപാർശ ചെയ്തത്. എന്നാൽ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണം എന്ന് ശുപാർശ ചെയ്തത് ആരാണ്? പഞ്ചായത്തിന് ഭരണഘടനാ സാധുത നൽകണം എന്ന് ശുപാർശ ചെയ്ത് തുങ്കൻ കമ്മിറ്റിയാണ്. എന്നാൽ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്ന LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ, LM സിംഗ്വി കമ്മിറ്റിയാണ് ഏത്? പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിംഗ്വി കമ്മിറ്റിയും പഞ്ചായത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് തുങ്കൻ കമ്മിറ്റിയുമാണ്. മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ സുപ്രീം കോടതി അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ സുപ്രീം കോടതി അധികാരം നൽകുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 32 നമുക്കറിയാം റിട്ട് പുറപ്പെടുവിപ്പിക്കുവാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ അധികാരമുള്ളൂ അല്ലെ. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരമുള്ളത്. അതിൽ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 32 അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന ഏത് ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്? ആർട്ടിക്കിൾ 226 അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 അടിസ്ഥാനത്തിലും ഹൈക്കോടതികൾ ആർട്ടിക്കിൾ 226 അടിസ്ഥാനത്തിലുമാണ് റിട്ട് പുറപ്പെടുവിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരം റിട്ടുകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ്. ഒന്നാമത്തെ റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. യു മേ ഹാവ് ദ ബോഡി. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഏറ്റെടുക്കാം എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുവാൻ കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, നിയമവിധേയമല്ലാതെ ഒരാളെ തടവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് നമുക്ക് പറയാം മാൻഡമസ്. അതായത് വി ഓർഡർ
നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസിന്റെ അർത്ഥം. ഓക്കെ, വി ഓർഡർ, നാം കൽപ്പിക്കുന്നു, അതാണ് മാൻഡമസിന്റെ അർത്ഥം. എന്താണ് വി ഓർഡർ അഥവാ നാം കൽപ്പിക്കുന്നു എന്നാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അനുശാസിച്ചുകൊണ്ടുള്ള റിട്ടാണ് മാൻഡമസ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, പക്ഷേ കോടതിക്ക് ചിലപ്പോൾ നേരിട്ട് അങ്ങോട്ട് ചെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോടതിയുടെ ആ കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോടതി ആരെ ഏൽപ്പിക്കും? ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ ഏൽപ്പിക്കും. അതാണ് എന്ന് പറയുന്നത് മാൻഡമസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു സ്ഥാപനത്തെയോ വ്യക്തിയെയോ അനുശാസിച്ചുകൊണ്ടുള്ള റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കോ വാറന്റോ. കോ വാറന്റോ അതായത് ബൈ വാട്ട് അതോറിറ്റി, എന്തധികാരം, ബൈ വാട്ട് അതോറിറ്റി അഥവാ എന്തധികാരം, നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുവാൻ പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഏതാണ്? കോ വാറന്റോ അഥവാ എന്തധികാരം എന്നുള്ള രീതിയിൽ. ദെൻ പിന്നെ വരുന്നതാണ് സെർഷ്യോററി. സെർഷ്യോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. ഓക്കെ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക്, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏതാണ്? സെർഷ്യോററി എന്ന റിട്ടാണ്. ദെൻ അടുത്തത് അഞ്ചാമത്തേത് ഏതാണ്? പ്രൊഹിബിഷൻ. എന്താണ്? ഒരു കീഴ്ക്കോടതി, പ്രൊഹിബിഷൻ മീൻസ് ടു പ്രൊഹിബിറ്റ്, തടയുക എന്നതാണ്. ഒരു കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുന്നത് തടയുന്ന റിട്ടാണ് ഏതാണ്? പ്രൊഹിബിഷൻ എന്ന് പറയുന്ന. ഒരു കീഴ്ക്കോടതി അധികാര പരിധി, ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഏതാണ്? പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടുകളൊക്കെ ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങളാണ് ഈ മോർണിംഗ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് ആഫ്റ്റർനൂൺ 3 PM അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ PDF കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ വാട്സപ്പ് നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, 7902603384. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത സെഷൻ നമുക്ക് 3 മണിക്ക് വീണ്ടും കാണാം. ക്ലാസ് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ദെൻ ക്ലാസ് എൻഡ് ചെയ്തതിനു ശേഷം കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. ഓക്കെ, സീ യു.